അയ്യോ ഡോക്ടറുണ്ട്. അമ്മ അമ്മ പറ്റുന്നില്ല അമ്മ. ഈ ഒരു വീഡിയോ ഒരുവിധം എല്ലാവരും കണ്ടു കാണും അല്ലേ. ഈ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും വേറിട്ട് നിൽക്കുന്ന ഒരു ഫാമിലി, ഒരുപാട് മെമ്മറീസ് കീപ്പ് ചെയ്യുന്ന ഫാമിലിയാണ്. ഞാനത് എൻ്റെ മറ്റൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഡെലിവറി കാര്യമായാലും നമ്മളെല്ലാവരും ഒരുപാട് വേദന അനുഭവിച്ച് തന്നെയാണ് പ്രസവിക്കുന്നത്. പക്ഷേ നമുക്കത് നമ്മുടെ മക്കളോട് പറയാനേ പറ്റൂ. അവർക്കതൊരിക്കലും ഇമാജിൻ ചെയ്യാനോ ഒന്നും അവർക്ക് പറ്റാമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു ഡെലിവറിയുടെ ഇതിൽ അശ്വിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. നീ എന്തെങ്കിലും വളർന്ന് വലുതാകുമ്പോൾ നീ അറിയണം നിൻ്റെ അമ്മ നിനക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം വേദന അനുഭവിച്ചു എന്നുള്ളത് നീ അറിയണം എന്ന്. അതൊരു ഭർത്താവിൻ്റെ കെയറിങ്ങാണ്, ഒരു എന്താ പറയണ്ടേ അച്ഛൻ്റെ വാക്കുകളാണ്. അങ്ങനെയൊക്കെ എനിക്കത് ഫീൽ ചെയ്തത്. ആ കുട്ടി വളർന്നു വരുമ്പോൾ അവൻ കാണാൻ പറ്റും അവൻ്റെ അമ്മ എത്രത്തോളം വേദന അനുഭവിച്ചാണ് അവൻ ഈ ലോകത്തേക്ക് വന്നത് എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം സ്വന്തം അമ്മയെ ചവിട്ടിക്കൊല്ലുന്നവരും അടിക്കുന്നവരും ഒക്കെ ഇല്ലേ, അവർ ഈ ഒരു വീഡിയോ ഒന്ന് കാണുമ്പോഴത്തേക്ക് അവർക്കും തിരിഞ്ഞ് ചിന്തിക്കാം അവരെങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന്. ഇപ്പം നമുക്കായാലും ഡെലിവറി ടൈമിൽ ഓർക്കാൻ ഒരുപാട് മെമ്മറീസ് ഉണ്ട്, വേദന നിറഞ്ഞ മെമ്മറീസ് ഉണ്ട്. എനിക്കാണെങ്കിൽ തന്നെ എൻ്റെ മോളുടെ ടൈമിൽ ഉച്ചയ്ക്ക് 1:30 തുടങ്ങിയ പെയിൻ പിറ്റേന്ന് വെളുപ്പിന് 3:41 വരെ ആയിരുന്നു. എൻ്റെ കരച്ചിലുണ്ടൊരു ഡോക്ടർ എന്നോട് ചോദിച്ചു എത്ര വയസ്സ്, 21 വയസ്സ്, ധൈര്യമായിട്ട് കരഞ്ഞോന്നാണ് എന്നോട് പറഞ്ഞത്. മോൻ്റെ ടൈമിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞപ്പോൾ എൻ്റെ ബന്ധുക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു സിസ്റ്റർ പറഞ്ഞതാണ്, അയ്യോ മോളെ വേദന എടുക്കുന്നു വാ എന്ന് പറഞ്ഞ് എന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയിട്ട് എന്നോട് പറയാം അതായത് അവിടെ എവിടെയെങ്കിലും പോയിരിക്കുമെന്ന്. പിന്നെ എനിക്ക് വേദന എന്നൊക്കെ പറയാൻ പേടിയായിരുന്നു, അവരെന്ത് പറയും എന്നുള്ളതിൽ. പിന്നെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഒരു ഡോക്ടർ വന്നു, PV ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡെലിവറി ആവുകയും ചെയ്തു. പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിറയിലൊന്നും എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇവരുടെ ഒരു പെരുമാറ്റം കൊണ്ട് എനിക്ക് പറയാനും പേടി. അടുത്ത് കിടക്കുന്ന ഒരു പെൺകൊച്ചു ചെന്ന് പറഞ്ഞു ഇന്നാണ് കാണുന്നത്. ഈ വിറച്ച് അപ്പോഴേ ഡെലിവറിയും കഴിഞ്ഞ് വന്ന് എന്നെ വാർഡിൽ കൊണ്ടുവന്നപ്പോൾ വാർഡിൽ കിടക്കാൻ സ്ഥലമില്ല. അവർ പറഞ്ഞത് നിലത്തങ്ങാണം പോയി കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളവർ പറഞ്ഞു ഇല്ല എങ്കിലും നിലത്ത് കിടക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ വീൽ ചെയറിൽ തന്നെ ഇരിക്കട്ടെ, കാരണം എനിക്ക് ശ്വാസം മുട്ടുണ്ട് ആ ടൈമിൽ, ഡെലിവറി കഴിഞ്ഞതിൻ്റെ വിറയിലുണ്ട്. അവർ പറഞ്ഞില്ല വീൽ ചെയറിൽ തന്നെ ഇരിക്കട്ടെ, പിന്നെ നമ്മൾ നേരം വെളുത്തിട്ട് നമ്മളതിനെതിരെ പ്രതികരിച്ചോളാം എന്ന് എൻ്റെ ഒപ്പം ഉള്ളവർ പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ബെഡൊക്കെ റെഡിയായി കിട്ടിയത് തന്നെ. ഇതൊക്കെ നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. തെളിവുണ്ടോ? തെളിവില്ല. ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് തെളിവുണ്ടോ? ഇല്ല. ഞാനെന്നല്ല ഓരോ അമ്മമാരനുഭവിച്ച വേദനയ്ക്കും തെളിവില്ല. പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പം നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, ബാക്കിയുള്ളവർ മനസ്സിലാക്കുക, അമ്മമാരെ ഒക്കെ തല്ലി കൊല്ലയെടുക്കുകയും ചെയ്യുന്നവരെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ഇത്രയധികം വേദന അനുഭവിച്ചാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത്.